ഹലോ, ഇത് നമ്മുടെ സൺഡേ സ്പെഷ്യലായിട്ടോ. ഫ്രൈഡ് റൈസ് ആയിരുന്നു, നൂൽപുട്ടല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനുണ്ടാക്കിയ ഫ്രൈഡ് റൈസ് പോസ്റ്റ് കണ്ടിട്ട് നൂൽപുട്ടാണോ എന്ന് ചോദിച്ചിരുന്നു. നൂൽപുട്ടല്ല, ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഞാനുണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ സൺഡേ കുട്ടികൾ പറഞ്ഞു നമുക്ക് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി. അപ്പോൾ അതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇട്ടാലും പെറുക്കി കളയത്തേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും സവോളയൊക്കെ വറുത്ത് ചേർത്തിട്ട് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെ ചോറ് വയ്ക്കുന്നത് നമ്മൾ വെള്ളം തിളച്ചിട്ട് അതിലേക്ക് അരിയിട്ട് വാർത്ത് നമ്മൾ സാധാ ചോറ് വയ്ക്കില്ലേ, അതുപോലെ തന്നെയാണ് വയ്ക്കുന്നത്. പിന്നെ അതിലേക്ക് ലേശം നാരങ്ങ പിഴിഞ്ഞതും ഓയിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലേശം ചേർക്കും. അപ്പോൾ സാധാരണ വെള്ളം വറ്റിച്ചെടുത്താലും ഞാൻ എത്ര ചെയ്താലും അത് ശരിയാവത്തില്ല. അപ്പോൾ സൺഡേ ആയിരുന്നുകൊണ്ട് ചാച്ച ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നതുകൊണ്ട് ചിക്കൻ കറിയൊക്കെ വെച്ചു, കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തു. പിന്നെ കുറച്ച് സാലഡൊക്കെ ആക്കി. അങ്ങനെ കുട്ടികൾക്കും ചാച്ചനും ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്തു. അതായിരുന്നു അത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞ് ചിക്കൻ കറിയും ഫ്രൈഡ് റൈസൊക്കെ സാലഡും ഒക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചാച്ചന് ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫോണ്. അപ്പോൾ അത് വന്നു. അങ്ങനെ അതിൽ കുറച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. അങ്ങനെ അതൊക്കെ കണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാർ ഇടണമെന്നും പറഞ്ഞിട്ട് മക്കൾ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി സ്റ്റാർ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കടയിൽ പോയി. അപ്പോൾ മുല്ലയ്ക്കലൊക്കെ ഇപ്പം നല്ല തിരക്കാണല്ലോ, എന്ന് വെച്ചാൽ നമുക്ക് പള്ളി പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പിന്നെ മുല്ലയ്ക്കൽ ചെറുപ്പ് തുടങ്ങി. പിന്നെ ഇനി ജനുവരിയോട് കൂടി അർത്തിങ്കപ്പള്ളി പെരുന്നാൾ, ബീച്ച് ഫെസ്റ്റിവൽ, അങ്ങനെ മൊത്തത്തിൽ ആഘോഷം തന്നെയാണ്. അപ്പോൾ സ്റ്റാർ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ലൈറ്റ് വാങ്ങി. പിന്നെ നമ്മുടെ അച്ചു ഉണ്ടല്ലോ, അവളാണെങ്കിൽ കടയിൽ ചെന്ന് ഓരോന്നേ പെറുക്കിയൊക്കെ എടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അത് ഗിഫ്റ്റ് ബോക്സ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് ഇത് അങ്ങനെ എടുത്തു. അങ്ങനെ കുറച്ചൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇനി പിന്നെ വരാമെന്നും പറഞ്ഞ് കുട്ടികളെയൊക്കെ കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നു. മുല്ലയ്ക്കലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. അതുപോലെ നല്ല രസമാണ്. രാത്രി കാണാൻ പോകുന്നതൊക്കെ നല്ല രസമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം.